ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത്, ഒരേ സമയം എത്ര ചപ്പാത്തി വേണമെങ്കിലും ചപ്പാത്തി കോലോ ചപ്പാത്തി പലകയോ ഒന്നും ഇല്ലാതെ ഒരു കുപ്പി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം എടുത്തിന് കേട്ടോ. അതിലേക്ക് 2.5 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം കേട്ടോ ഈ ഒരു പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാരണത്. അപ്പോൾ ഇതിലേക്ക് ലേശം ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തന്നെ കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഈ ഒരു 2.5 ഗ്ലാസ് പൊടിക്ക് എനിക്ക് വെള്ളമായത് ഒരു അര ഗ്ലാസിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്നുണ്ടല്ലോ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളം തന്നെ കേട്ടോ വേണ്ടത്. പിന്നെ ഇതിലേക്ക് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്പൂൺ ഓയിലും കൂടി ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തന്നെ കേട്ടോ. പിന്നെ നമുക്ക് അധികം കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട, അതിന് കുഴക്കാനുള്ള പണിയാണ് കേട്ടോ. ഒരു മിക്സിൻ്റെ ജാർ എടുത്തതിനേക്ക് കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ചുറ്റിച്ചിട്ട് ഞാൻ ഈ ഒരു പൊടി 3 പ്രാവശ്യമാക്കിയിട്ടാട്ടോ ഇങ്ങനെ അത് കറക്കിയെടുത്തത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കുഴക്കുകയോ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് എന്നിട്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കുന്ന പണിയുള്ളേ. അങ്ങനെ ഇതാ ഫസ്റ്റിലെ പ്രാവശ്യം ഞാൻ ഇതുപോലെ അങ്ങോട്ട് കറക്കി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ജാറിക്ക് തന്നെ ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു ചപ്പാത്തി മാവ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കറക്കി കൊണ്ടുവന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടാൽ തന്നെ ഏകദേശം 3/4 ഭാഗം കുഴഞ്ഞ് കിട്ടിന് കേട്ടോ. പിന്നെ ഇതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഇത് വെള്ളം ഏറിയിട്ട് ഇത് കണ്ടാൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതേപോലെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ബോളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ ഇതുപോലെ നമുക്ക് കൈമേലെ കൊട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് ഞാനിതാ ബോളിതാ അധികം അങ്ങോട്ട് ഏകദേശം കട്ടി വേണം കേട്ടോ. അധികം അങ്ങോട്ട് കട്ടി വേണ്ടാണ്, കണ്ടില്ലേ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കുള്ള ആ ഒരു ബോൾ തന്നെ മതിയേ. അങ്ങനെ ഞാൻ ഓരോ ബോൾസും ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തേനെ. ഏകദേശം ഈ 2.5 ഗ്ലാസ് കൊണ്ട് ഞാനൊരു 18 ചപ്പാത്തിയാണ് ഇപ്പം അതിൻ്റെ ബോളാണ് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ ആദ്യം ഒരു 12 ചപ്പാത്തി വെച്ചിട്ടാണ് പരത്തിയെടുത്തത്. നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും പരത്തിയെടുക്കട്ടോ, ഒന്നിച്ച് പരത്തുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇതുപോലെ ഓരോന്നിങ്ങനെ ബോളാക്കിയെടുത്തതാണ്. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഈ ഒരു ചപ്പാത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കുപ്പി എടുത്തിട്ടാട്ടോ ഞാൻ കണ്ടില്ലേ, നമ്മളെ മക്കളെ വാട്ടർ ബോട്ടാണ്. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കയ്യിലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ല. ഒന്നങ്ങോട്ട് ചെറുതാക്കിയിട്ട് കേട്ടോ, കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ഓരോന്ന് ഈ ഒരു ബോൾ കണ്ടില്ലേ, ഒരു കുപ്പി എടുത്തിട്ട് ഒറ്റ കൈ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരേ വലുപ്പത്തിലാവാൻ ശ്രദ്ധിക്കണേ. നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാനുള്ളതാണ്. ഒന്നിച്ച് പരത്തുക, ഒന്നിച്ച് ചൂടുക, എത്ര വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരേ സമയം 25 30 ചപ്പാത്തി വരെ ഇതുപോലെ പരത്തിയെടുത്തണേ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പരത്തിയെടുക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് കേട്ടോ, ഒട്ടണേനൊക്കെ നമ്മൾ ഒരു ശ്രദ്ധയോട് കൂടി ചെയ്തെടുക്കാണ്ട് കാണിച്ചു തരാം. ഇതുപോലെ ഓരോന്ന് ഇനി ഇതുപോലെ നിങ്ങൾക്ക് പരത്താനൊക്കെ മടിയാണെങ്കിൽ നമ്മളിതാ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് സാധാ പത്തിരിയൊക്കെ പരത്തുമല്ലോ, അങ്ങനെ ഇങ്ങോട്ട് പരത്തിയെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു റൗണ്ടൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. ബാക്കിയുള്ള ഞാൻ ഇതുപോലെ ചെയ്തെടുത്തണം കേട്ടോ. അപ്പോൾ ഏതായാലും പ്രശ്നമില്ല, കുപ്പി ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. കുപ്പി ഉണ്ടായാൽ നമുക്ക് കോലിൻ്റെ ആവശ്യമൊന്നുമില്ല, ചപ്പാത്തി പലകയോ കോലൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു ഇങ്ങനെ പൊടി ഇട്ടതിന് ശേഷം ഈ ഒരു ഓരോ ചപ്പാത്തിൻ്റെ മുകളിലും ഇതുപോലെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഓയിലാണ്, അപ്പോൾ ശരിക്കും നമ്മൾ ആക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഒട്ടാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പൊടിയിടുക. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ ചപ്പാത്തിക്ക് ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പൊടി ഇട്ടതിന് ശേഷം കണ്ടില്ലേ, ഓരോന്ന് മുകളിൽ ഇങ്ങനെ ആ ഒരു ലെവലിൽ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിച്ചിന്. ഈ ഒരു പൊടി ഇട്ടെടുക്കാൻ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് കേട്ടോ ഞാനിതാ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്. പിന്നെ ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ഞാൻ ഒരു കുപ്പി ഉണ്ടല്ലോ അതിട്ട് തന്നെ മതിയെ.
ഇതുപോലെ ഒന്നിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ മാതിരി കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കിയാൽ തന്നെ ചപ്പാത്തി ഇങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ഇതുപോലെ കണ്ടില്ല. ഇനി എന്നാട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ചെയ്തെടുക്കണ പണിയുള്ളൂ കേട്ടോ. അടിപൊളി ടിപ്സാണ്. നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 25 30 എത്ര ആയാലും വേണ്ടില്ല കേട്ടോ. പെട്ടെന്നൊക്കെ പരിപാടി കഴിഞ്ഞു. പിന്നെ അതെല്ലാം കുഴക്കുകയൊന്നും വേണ്ട. ആ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ഒരൊറ്റ കറക്കം അങ്ങോട്ട് കറക്കിക്കൊണ്ട് ആ ഒരു കുഴയൊക്കെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്തതിന്. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമുക്കൊന്ന് മൊഞ്ച് കൂട്ടണ്ടേ, ആ ഒരു റെഡി ആയിട്ടുള്ള ആ ഒരു ഇത് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കണ്ടില്ലേ, ആ ഒരു പാത്രം വെച്ചിട്ടാട്ടോ. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്? കുറച്ചൊരു ബക്കൊക്കെയുള്ള സൈസ് പാത്രം. ഞാൻ വലിയൊരു കുണ്ടൻ പാത്രമാണ് എടുത്തത്. അങ്ങനെ ഞാൻ ലെവലാക്കി വെച്ചതിന് ശേഷം ചട്ടി വെച്ചതിന് ഈ ഒരു ചൂട് തട്ടുമ്പം തന്നെ ഇതിങ്ങനെ വിട്ടിങ്ങനെ പോരുട്ടോ. അതാണ് അപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് ആ ചൂട് തട്ടിയിട്ട് അതുവരെ നമ്മൾ 3-4 പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം തന്നെ ഇതിങ്ങനെ വേറിട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ വേറിട്ട് പോരല്ലോ. ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് നമ്മൾ ഈ സീര് പിന്നെ തവ വെച്ചിട്ടൊന്നങ്ങോട്ട് പിന്നെ അങ്ങനെ പൊന്തിച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് ഒരു ഫസ്റ്റിൽ ആ ഒന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നന്നായില്ല എന്ന് വരട്ടെ, പിന്നെ ഒക്കെ നന്നായി വരും. ആ ഒരു നേക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം കേട്ടോ. അടിപൊളി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ചൂട് തട്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ വേറിട്ടത് കാണാൻ കഴിയുമല്ലോ. ഇതുപോലെ അങ്ങോട്ട് പൊന്തിച്ച് കൊടുക്കണ പണിയുള്ളേ. നമ്മൾ ആ എണ്ണ പറ്റുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ എണ്ണ ശരിക്ക് പറ്റും വേണം. അതല്ല പിന്നെ ആ ഒരു പൊടീൻ്റെ മുകളിലിട്ട് കൊടുക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ഒട്ടി പോകാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ പിന്നെ വേറിട്ട് പോരാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അവിടെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കുഴക്കുന്നിടത്ത് ശ്രദ്ധിക്കാണ്ട് ആ കുഴ ലെവലിൽ തന്നെ ആയി കിട്ടണം. അതാണ്. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് അപ്പോൾ ഒരുപാട് ചപ്പാത്തി രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ എൻ്റെ ചപ്പാത്തിൻ്റെ ഈ ഒരു പിന്നെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറും 5-6 മിനിറ്റിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ നല്ല സോഫ്റ്റ് ചപ്പാത്തി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ സോഫ്റ്റുള്ള ചപ്പാത്തി അടിപൊളിയായിട്ട് കിട്ടീന്. ഫസ്റ്റിലെ 1-2 മാത്രം ഒന്നങ്ങോട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ശരിയാവാഞ്ഞിട്ട് ഒന്നങ്ങോട്ട് പാളിപ്പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ശരിയായിട്ട് കിട്ടീന് കേട്ടോ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.